മലബാറി ടു എന്ന് പറയും. ഞാനെപ്പോഴും ഇങ്ങനെ പറയും, പുറത്തെ നിയമം കണ്ടു പഠിക്കണം, നമ്മുടെ നിയമം എന്താ എങ്ങനെയാണ്. ഇപ്പം തോന്നുന്നു നമ്മുടെ നിയമമൊക്കെ ഫാർ ബെറ്റർ ആണ്. കണക്കിന് നമ്മളെ നാടിൻ്റെ ഏറ്റവും അടിപൊളി മനുഷ്യപ്പെറ്റിൻ്റെ അങ്ങേയറ്റം ഇല്ലാത്തൊരു സ്ഥലമാണ്. നമ്മളെ ഒരു മനുഷ്യന് വിശപ്പ് പിന്നെയും നമുക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ ബാത്റൂമിൽ പോകുന്നൊരു കണ്ടീഷൻ ഒന്ന് ആലോചിക്കട്ടെ, മനഃപൂർവ്വം വെള്ളം ഓഫാക്കി ഇടുക, എന്നിട്ട് വെള്ളം ഓഫാക്കി ഇട്ടിട്ടും ജയിലിനകത്ത് എത്ര ആൾക്കാരുണ്ടാവും അല്ലേ? പല ആൾക്കാരും പോകുമ്പോഴൊരു കണ്ടീഷൻ ഒന്ന് ആലോചിക്കട്ടെ ബാത്റൂമിൻ്റെ അവസ്ഥ. നമ്മളെങ്ങനെ പോവാ? അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അവർ ചോദിക്കാം, ആരും മുസ്ലിം ആണെങ്കിൽ ഇപ്പുറം നിൽക്ക്, അവർ കഴിച്ചേട്ടെ, എന്നിട്ട് നോൺ മുസ്ലിം കഴിച്ചാൽ മതി. അതിനു മുമ്പേ പറഞ്ഞു ഒരു ആഫ്രിക്കക്കാരനെ കൊന്നു എന്നുള്ളത്. സോ അതെന്താ സംഭവം? അപ്പോൾ അവിടുത്തെ നിയമം കണ്ടുപഠിക്കണം, അവിടുത്തെ നിയമം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതോ? നമ്മൾ നോക്കുമ്പം എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും കൊലപാതകം മീൻസ് അവർ കൊന്നുകളയും, വധശിക്ഷയാണ്. അങ്ങനെയുള്ളിടത്ത് പിന്നെ ഒരു വിസയുടെ പ്രശ്നത്തിന് നിങ്ങൾ ഇങ്ങനെ കിടന്ന്, അതും മനഃപൂർവ്വം കുടുക്കിയിട്ടൊക്കെ എന്ന് പറയുമ്പം അപ്പോൾ ആ അധികൃതർക്കല്ലേ പ്രശ്നം വരണത്, നിങ്ങൾക്കല്ലല്ലോ വരേണ്ടത്. അതായത് ഇപ്പോൾ പൊതുമാപ്പ് കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് പെരുന്നാളിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആൾക്കാരും പിടിക്കാൻ തുടങ്ങി. ഇവർ ചെക്കിങ്ങിൽ പുറത്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, പിന്നെ വിസയില്ല ആൾക്കാർ, വിസ ഇല്ലാത്ത ആൾക്കാർ, ആബ്സ്കോണ്ടിങ് ആൾക്കാർ, അങ്ങനെയുള്ള പല 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 കേസ് കിട്ടുള്ളൂ. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഒന്നുമില്ല. അങ്ങനെ കാണുന്ന ആളെല്ലാം ഈവൻ വിസ വരെയുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. പറയുമ്പോൾ എന്ന് വെച്ചാൽ എന്താ, ഞാനൊരു കാര്യം പറയട്ടെ, ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തുനിന്ന് 2 എണ്ണം അടിച്ചു, 2 ബിയർ കുടിച്ചെന്ന് പറഞ്ഞത്. ഈ അൽക്കൂസ് പോലുള്ള സ്ഥലത്ത് മെയിൻ റോഡിൻ്റെ അടുത്താണ്, മെയിൻ റോഡിലാണ് ഈ പറഞ്ഞ കള്ള് കച്ചവടവും ഈ പറഞ്ഞ എല്ലാ സാധനവും വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻ റോട്ടിൽ ദുബായ് ടൗണിൽ അൽക്കൂസ് അങ്ങനെ ഉള്ളോട്ടുള്ള ദുബായിനകത്ത് സംഭവം, അൽക്കൂസ് ലേബർ ക്യാമ്പിൻ്റെ പുറത്ത് മെയിൻ റോഡിൻ്റെ മുകളിൽ ലൈവായിട്ട് ഈ കള്ളും അങ്ങനത്തെ എല്ലാം വെക്കുന്നുണ്ട്. ഇത് അവിടുത്തെ ആരും കാണുന്നില്ലേ? അവർ CIDക്കും അങ്ങനെല്ലാം പൈസ എല്ലാം കൊടുത്തിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കാണുന്നില്ലേ? അപ്പോൾ ഒന്നും അറിയാത്ത വിസിറ്റിങ്ങിന് വരുമ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ അറിയാണ്ട് ചിലപ്പോൾ വാങ്ങിച്ച് കുടിച്ചോ, അങ്ങനത്തോരെല്ലാം പിടിച്ചിട്ടാണ് അടിച്ചിട്ട് ജയിലിനകത്ത് ഇട്ടിട്ടുള്ളത്. ഒരു കുറ്റം ചെയ്യാത്ത ആൾ അത് പറയുമ്പോൾ എന്നാൽ കുറ്റമുണ്ട്. പുറത്തുനിന്ന് മദ്യവെച്ച് ഒരു ബിയർ കുടിച്ച് കുറ്റാ, നീ അത് കുടിച്ചിട്ടല്ലേ? എന്നാ ഇപ്പം ഇത് പുറത്തുനിന്ന് വെക്കുന്നവർ കാണുന്നില്ല. ഇല്ല. എന്നാൽ പിന്നെ ഇവനെ പിടിക്കുന്നതിന് മുന്നേ ആദ്യം അതല്ലേ നിർത്തേണ്ടത്? തീർച്ചയായും അല്ലേ? ഞാനെപ്പോഴും ഇങ്ങനെ പറയും, പുറത്തെ നിയമം കണ്ടു പഠിക്കണം, നമ്മുടെ നിയമം എന്താ എങ്ങനെയെന്ന്. ഇപ്പം തോന്നുന്നു നമ്മുടെ നിയമമൊക്കെ ഫാർ ബെറ്റർ ആണ്. കണക്കിന് നമ്മളെ നാടിൻ്റെ ഏറ്റവും അടിപൊളി നമ്മളെ നാട്ടിൽ നോക്കും. പിന്നെയും കുറച്ച് മനുഷ്യപ്പെട്ടുണ്ട്. മനുഷ്യപ്പെറ്റിൻ്റെ അങ്ങേയറ്റം ഇല്ലാത്തൊരു സ്ഥലമാണ് ദുബായ് അല്ല, UAE. UAE മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഒരുവിധം അറബ് കൺട്രികളിൽ അങ്ങനെ ആയിരിക്കും. കാരണം ഞാൻ എൻ്റെ എല്ലാം കണ്ടിരുന്നു. കാരണം വെച്ചാൽ ഈ വീട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഗദ്ദാമ പോലത്തെ, അതുപോലെ തന്നെ പല ഡ്രൈവർമാരെയും പുറത്ത് ഷോപ്പിംഗ് മാളിൻ്റെ ഇവർ സാധനം പണിക്കാൻ പോകുമ്പോൾ വണ്ടി ഓഫ് ചെയ്ത് ചൂട്ടത്തിരുത്തിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ വണ്ടി ഓഫ് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് വണ്ടീൻ്റെ പുറത്ത് നിർത്തിച്ച് പോകുന്ന കാണുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കിയാട്ടെ. പിന്നെ ഇവർ തന്നെ ഞങ്ങളെ ടാക്സി കയറിയിട്ട് നമുക്ക് ഒന്നാമതേ വരുമാനമില്ല. ടാക്സിയിൽ ഒരു ദിറംസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബില്ലടക്കാൻ പറ്റില്ല. ബില്ലടച്ചിട്ട് പിന്നെ പേയ്മെൻറ്റ് സ്ലിപ്പ് വാങ്ങിച്ചാൽ മാത്രമേ ഈ സ്വൈപ്പിംഗ് കാർഡുണ്ട്, നാളെ സ്വൈപ്പ് ചെയ്ത് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റൂ. ഡ്യൂട്ടിക്ക് നമ്മൾ ലീവായി പോയിട്ടെങ്കിൽ 200 ദിറംസ് ഫൈനാണ്. ആ ഫൈന് മേടിച്ചിട്ട് നമ്മളെന്താക്കും, പിന്നെയും നമ്മൾ ആ ഭക്ഷണം കഴിക്കാൻ വെച്ച പൈസ ഇട്ടിട്ടാണ് നമ്മൾ പിന്നെ അന്നന്ന് ഇത് അടക്കുക. എത്ര ആൾക്കാർ പൈസ തരാണ്ട് പോകുന്നുണ്ട്. നമ്മൾ പുതിയ ഡ്രൈവർമാരാണ്, ചിലപ്പോൾ റോഡ് തെറ്റിപ്പോവും. കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾക്കാരുണ്ട്, മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. അവിടെ തന്നെയുള്ള ആൾക്കാർ വണ്ടി കയറ്റി പൈസ തരാത്ത ആൾക്കാരുണ്ട്, അറിയാം. പക്ഷെ ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് മാത്രം ആവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അവിടെ പോകണം, പുറമേ നിന്നൊരാൾ പോയിട്ട് എല്ലാന്നുണ്ടെങ്കിൽ ഈ ആ കാര്യങ്ങൾ കണ്ണോട് കാണണം. അപ്പൊ ഈ അറബികളൊന്നും പൈസ ഇല്ല. ഞാൻ സാധാരണ കണ്ടിട്ടുള്ള അറബികളൊക്കെ വാരിക്കോരി തരുന്നവരെന്നാണല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ റിയാലിറ്റിയിൽ? അത് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, റിയാലിറ്റി അനുഭവിച്ചത് ഇവിടെയുണ്ട്. അവർ എത്രത്തോളം പൈസ തരാണ്ട് ഇരിക്കുകയേ ചെയ്യത്തുള്ളൂ. എല്ലാവരും തരുന്ന ആൾക്കാരൊന്നുമല്ല. വല്ല നോമ്പിനങ്ങാറ്റ ഒരു 10 രൂപ 5 രൂപ കൊടുത്തു വെച്ചിട്ട് അതല്ല. ഇപ്പം എൻ്റെ ടാക്സി തന്നെ പല ലോക്കൽസും കയറിയിട്ടുണ്ട്. എത്രയോ ആൾക്കാർ പൈസ തരാണ്ട് പോയിട്ടുണ്ട്. എൻ്റെ വണ്ടീൻ്റെ ബോണ്ടിൽ അടിച്ചിട്ട് തരാൻ പറ്റില്ല എന്നുകൊണ്ട് പോയിട്ടുണ്ട്. ഞാനൊക്കെ എന്നിട്ട് സുഹൃത്തുക്കളെ വിളിച്ചിട്ടും ഉള്ള ഡ്രൈവർമാർ എടുക്കുന്നെല്ലാം 5-10 ഷെയർ ചെയ്തിട്ടാണ് അന്ന് കൊണ്ടുപോയി അടക്കൽ.
അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ടാക്സിയിൽ മാത്രമല്ല, അല്ലാണ്ട് തന്നെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പറഞ്ഞാൽ നമ്മളോടൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ, വലിയ 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 കമ്പനിയിൽ IT അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഏജൻസികൾ, അങ്ങനത്തെയുള്ള ആൾക്കാരുള്ള ചിലപ്പോൾ ഓക്കെ, അതൊരു 10-20% ഉള്ളൂ. ബാക്കിയെല്ലാം എന്താ അത്രയും അധ്വാനിച്ച് ചെയ്യുന്ന ആൾക്കാർ, ടാക്സി ഡ്രൈവർ ആയിക്കോട്ടെ, കൺസ്ട്രക്ഷൻ ഫീൽഡിലായിക്കോട്ടെ, ചിലപ്പോൾ കഫ്റ്റീരി ആയിക്കോട്ടെ, പുറത്ത് പഠിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവരെക്കാൾ കൂടുതൽ ഇങ്ങനത്തെ ആൾക്കാരുള്ളത്. ഇവരോടല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യപ്പറ്റി കാണിക്കേണ്ടത്. ആ നാട്ടിൻ്റെ നല്ലതല്ലാണ്ട് മോശം സംഭവം പുറത്തേക്ക് വരില്ല. പെണ്ണുങ്ങൾ പറയുന്നുള്ള ഭയങ്കര സേഫ്റ്റിയാണെന്ന്. എന്ത് സേഫ്റ്റി ഉള്ളത്? എൻ്റെ ഭാര്യയും മോളും, എൻ്റെ മോൾക്ക് 2 വയസ്സായില്ല, അൽത്തവാറിൽ 46 നമ്പർ വില്ല, അൽനാഥൻ മെട്രോ സ്റ്റേഷൻ്റെ ബാക്കിൽ യൂണിയൻ കോപ്പിൻ്റെ ആ വില്ലയിൽ, പിന്നെ അതിന് തൊട്ട് 46 കാലിദ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കലാണ്. ഈ ചങ്ങായി കള്ളു കുടിച്ചിട്ട് എപ്പോഴും ഒച്ചപ്പാടാക്കും. എൻ്റെ മോള് ചെറിയ മോളാണ്. ആ മോള് ചിലപ്പോൾ കളിക്കുമ്പോൾ കുട്ടികൾ കരയും, ചിലപ്പോൾ ചിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ മോളെ ഇങ്ങനെ ഇയാൾ ഷൗട്ട് ചെയ്യുക, അങ്ങനെയുള്ള സംഭവമാണ്. അത് പല പ്രാവശ്യവും കിസീസ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അവർ ഒരു ഇതാക്കിയിട്ടില്ല, ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. അത് ഓന് ഭ്രാന്താന്ന്, നിങ്ങൾ മാറിക്കോ, അല്ലെങ്കിൽ അങ്ങനെ ആക്കി. നമ്മൾ ഓൾറെഡി വില്ലേൻ്റെ റെൻറ്റ് പേ ചെയ്ത്, അത് നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഞാൻ ഒന്നാമതേ ജോലീൻ്റെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. ആ സമയത്ത് അങ്ങനെ ജോലിയൊന്നും ആയിരുന്നില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഓനങ്ങനെ മെൻ്റൽ ഉണ്ടെങ്കിൽ ഓനെ പിടിച്ചിട്ട് മെൻ്റൽ ഹോസ്പിറ്റലുണ്ടേ. നമ്മളെന്തിൻ്റെ നടന്നു ഓടിപ്പോകുന്നു? നമ്മൾ റെൻറ്റ് കൊടുത്തില്ലേ, അല്ല പിന്നെ നമ്മളെ റെൻറ്റ് തിരിച്ചു തരണോ? അങ്ങനെ പിന്നെ നമ്മൾ മാറിപ്പോവാ, കുഴപ്പമില്ല. അങ്ങനെ എത്രയോ പ്രാവശ്യം ആയി. അവസാനം എൻ്റെ മോളെ കാല് വരെ മുറിഞ്ഞിട്ടുള്ള ഞാൻ പോയിട്ടു, എന്നിട്ടും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇതെൻ്റെ അനുഭവമാണ്. അതായത് ഭാര്യയും മോളുമാണ്, ഇതെൻ്റെ അനുഭവമാണ്. ഇന്ന് ആ കുടുംബം പോയി, പറഞ്ഞ സൈന. അത് എൻ്റെ ഈ കമ്പനി കാരണം അതും പോയി. ഈ ഒരു കമ്പനി കാരണം ഫാമിലി എല്ലാം പിന്നെ എല്ലാം കംപ്ലീറ്റ് പോയി. ഇപ്പം കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് പുറമേ നല്ലത് മാത്രമാണ് ഈ അറബൻ രാജ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളത്. അതിനു മുമ്പേയും പറഞ്ഞു ഒരു ആഫ്രിക്കക്കാരനെ കൊന്നു എന്നുള്ളത്. സോ അതെന്താ സംഭവം? അതെന്താ സംഭവിച്ചാൽ ഈ എന്താ പറയുക, റേസിസം എന്ന് പറഞ്ഞ സംഭവം അറിയാം. റേസിസം അതാണ് അതിനുള്ള നടക്കുന്നത്. ഈ നമ്മൾ കേരള അതായത് ഈ അറബ് കൺട്രിയിൽ ഏറ്റവും കൂടുതൽ പണ്ട് തൊട്ടേ ഉള്ളത് ഇന്ത്യക്കാർ, മീൻസ് മലയാളികളാണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലേ. ഇന്നിപ്പോൾ അവർ മലബാറി ഥു എന്ന് പറയും. അതിനങ്ങനെ പറയുന്നത് നോമ്പിൻ്റെ സമയത്ത് ജയിലിനകത്ത് ഈ ജയിലിനകത്തായിട്ടെങ്കിൽ അവർ നമുക്ക് നല്ലത് പറഞ്ഞിരണോ, തെറ്റിയിട്ടെങ്കിൽ അതിന് ശിക്ഷ തന്നോ, കുഴപ്പമില്ല. അല്ലാണ്ട് ഒരു പട്ടികളെ പോലെ ലൈൻ എത്തിച്ച് അവരോട് ചോദിക്കുന്നത് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ, ഇതിൻ്റെ ആവശ്യം എന്നാ? ഇനി ഇവനെ അടിച്ച കൊന്നെന്ന് പറഞ്ഞില്ലേ, എന്തിനാ കൊന്നിനി? ഇവർക്ക് ഈ വർഗ്ഗങ്ങളെ കണ്ടെടുത്ത് കണ്ടുകൂടാ. വെറുതെ കാണുന്നവരെല്ലാം പിടിച്ച് അടി തന്നെയാണ്. ഈ ചങ്ങായി രാവിലെ എണീച്ചിട്ട് മൂത്രയ്ക്കാനായിട്ട് പോയതാ. അതിന് റേഡിയോ പോകുന്നു. ഞാൻ ഇങ്ങനെ മൂത്രയ്ക്കാൻ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ റൂമിൻ്റെ ചെറിയൊരു ഇത് കാണാൻ പറ്റും, മൊത്തമായിട്ട് കാണാൻ പറ്റില്ല, അതിനകത്ത് കൂടി കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ മെല്ലെ ഓപ്പണായി നോക്കുമ്പോൾ ഇവൻ മൂത്രയ്ക്കാൻ അങ്ങനെ ബാത്റൂമിൽ അങ്ങനെ പോയത്. ഏത് നിസാമിനെ അടിച്ച പോലെ സംഭവമാണ്. അവൻ പറഞ്ഞു സാറേ ഇങ്ങനെ കഴിയുന്നില്ല, അത്രയും വേദനിച്ചിട്ടാണ് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുന്നത്. അപ്പോൾ ആ പോകാൻ വിടാത്തതിന് ഇവനെ ഉന്തി. സ്വാഭാവികമായിട്ടും അവർ നമ്മളെപ്പോലെയല്ല, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. മാക്സിമം ആ ചങ്ങായി പിടിച്ചിട്ട് വലിയൊരു മനുഷ്യനാണ്. അങ്ങനെ ദേഷ്യം വന്ന് തിരിച്ചടിച്ച് ഒന്നും തള്ളാൻ ചെയ്ത് അങ്ങനെ ഇവർ കുറേ ആൾക്കാർ മിസ്ത്രികൾ ഓടി വന്ന് ഇവനെ അടിച്ച് കൊന്ന് ബാത്റൂമിൽ തന്നെ. ഇനി ഓൻ്റെ ബോഡി നാട്ടിലേക്ക് എത്തിനോ, അല്ലെ സോനാപൂർ കൊണ്ടേ കത്തിച്ചോ, അല്ലെ മരുഭൂമിയിലിട്ടോ, ഇതൊന്നും അറിയില്ല. അങ്ങനെ ഒരാൾ UAE ഹിസ്റ്ററിയിലില്ല. എന്നാൽ ഓൻ്റെ വീട്ടുകാരുടെ അവസ്ഥ നടച്ചു നോക്കട്ടെ. ഈ നിസാം എന്ന് പറഞ്ഞ ചെക്കെ, ഈ പയ്യ ഇപ്പം നാട്ടിലുണ്ട്, കൊച്ചിയിലുണ്ട്. ഇവൻ്റെ കാലിനടിച്ചിട്ട് ആ കടന്ന കടപ്പ ഇന്നേ വരെ കുളിച്ചിട്ടില്ല. മര്യാദയ്ക്ക് മാതൃ പോകാൻ പോലും പറ്റില്ല. ആ കാലിനായിട്ട് ഓൻ എന്തോരം മാസം ഓൻ കടന്നെന്നറിയാം. ഓൻ ഇന്നും നാട്ടിലെത്തില്ലേനു, എന്തോ ഭാഗ്യത്തിന് നാട്ടിലെത്തിപ്പോയതാ. ഓൻ്റെ ആ കാല് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലിൽ ഓനെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയിട്ട് ഒരു തെളിവ് ഓൻ്റെ കയ്യിൽ കൊടുത്തിട്ടില്ല. അറിയാം. ഇനി പ്രവാസ ജീവിതത്തിലൂടെ തിരിച്ചു പോകുമോ? പ്രവാസ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എവിടെയായാലും പോയല്ലേ പറ്റൂ. കുടുംബം നോക്കണമല്ലോ. ഇവിടെ നിൽക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മളെ നാട്ടിൽ നിൽക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷേ എന്താ സംഭവം? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു അധ്വാനിക്കുന്ന എന്ത് തൊഴിലായിക്കോട്ടെ, അതിന് നമ്മൾ ഉദ്ദേശിച്ചത്ര സാലറി ഉണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ആ സാലറി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമ്മുടെ നാട്ടിൽ ഓരോ ഞാൻ തന്നെ ഇപ്പം 4 വർഷം കൂടി നാട്ടിലെത്തിയിട്ട് 2 ദോശ കഴിച്ചാൽ തന്നെ 350 റുപ്യയായി. ഒരു മനുഷ്യൻ സാധാരണക്കാരെ ഇവിടെ
നോർമലി ഒരു പണിത്ത് എത്ര കിട്ടും? 1000 അല്ല 500 അല്ല 1500. ഒരു കുടുംബം എങ്ങനെ നോക്കും ഒരു മാസം? ആർക്കും കൂടെ നിൽക്കാൻ ഇഷ്ടമായിട്ടല്ല, സാഹചര്യം കൊണ്ട് പോകുന്നതാണ്. മനസ്സിലായ? ശരി, നല്ല രീതിയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും പുറത്ത്. പക്ഷെ ഇവർക്കൊരു പ്രശ്നം വരണം. ഇവർക്കൊരു പ്രശ്നം വന്നിട്ട് അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ സംഭവത്തിൻ്റെ എല്ലാം യഥാർത്ഥ അവസ്ഥ അവർക്ക് മനസ്സിലാവുക. എന്നാൽ ഇത് മനസ്സിലാക്കുന്ന ആൾക്കാർ പുറത്ത് പോരല്ല, അവരെ മാനാഭിമാനോ അല്ലെങ്കിൽ പുറത്തറിയുന്ന നാണക്കേടോ അല്ലെങ്കിൽ അതെല്ലാം വിചാരിച്ചിട്ടായിരിക്കും. ഇതെല്ലാം എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇവർ പറയായിട്ടാണ്. ഇപ്പം തന്നെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പിന്നെ എൻ്റെ കൂടെ ഒരുമിച്ച് പറയാമെന്ന് പറഞ്ഞ ആൾക്കാരില്ല. ഇപ്പം അവരോടത്തു അവരാരും ഇല്ല. അപ്പം എന്നോടും പറയും ഇങ്ങനെ, മോനെ നീ ഇങ്ങനെ ആരോടും പറയണ്ട, ജയിലിൽ നിന്ന് വന്നേ അങ്ങനെ ഇങ്ങനെയാണ്. അപ്പം പറയണോ? ഞാൻ ജയിലിൽ നിന്ന് വന്നിട്ട് ഞാൻ ആരെ കൊന്നിട്ടോ അല്ലെങ്കിൽ ഒരാളെ പീഡിപ്പിച്ചിട്ടോ കട്ടിട്ടോ അല്ലെങ്കിൽ പിടിച്ചു പറിച്ചിട്ടോ എല്ലാം എന്നെ ജയിലിലാക്കിനി. എൻ്റെ വിസേൻ്റെ പ്രശ്നത്തിലാണ് എന്നെ പിടിച്ച് ഉള്ളിലിട്ടിനി അല്ലേ? അതെ. പിന്നെ നിനക്ക് പറഞ്ഞെന്താ? ഇന്നല്ലേ നാളെ അതെല്ലാവരും അറിയും. അത് അറിയേണ്ട കൂട്ടർ അറിയേണ്ട സമയത്ത് എല്ലാവരും അതിൻ്റെ റിയാലിറ്റി ആയിട്ട് അറിഞ്ഞോട്ട്. പല ആൾക്കാർ പല രീതിയിൽ അത് അറിയുമ്പോൾ പല രീതിയിലാണ് അത് ആവുക. പിന്നെ ഇവർക്കെല്ലാം ഞാൻ വേറെ രീതിയിൽ ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് ഇത് സംസാരിക്കുമ്പോഴും ആ വേദനകൾ കടിച്ചമർത്തിയാണ് ജിത്തു എന്ന് പറയുന്ന പേഴ്സൺ ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്നത്. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒരുപാട് നന്ദി. എനിക്ക് പറയാനുള്ളത് മലയാളികളായിട്ടുള്ള സ്പോൺസർമാരോടാണ്. ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആ ജോലി തരാം ഈ ജോലി തരാം എന്ന് പറഞ്ഞ് ഓരോ മലയാളികളെ കയറ്റിവിടുമ്പം അവർ ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് വേറൊരു രാജ്യത്തേക്ക് പോകുന്നതെന്ന് ഓർക്കുക. അവിടെ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ അവരാക്കി തീർക്കരുത്. കാരണം അവരൊരു കുടുംബത്തെ നോക്കാൻ വേണ്ടി പോകുന്നതാണ്. അവരുടെ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻ സ്റ്റെബിലിറ്റി ആക്കാൻ വേണ്ടി പോകുന്നതാണ്. സോ ഇനിയും ഇതുപോലത്തെ ചതിക്കുഴികളിൽ ആരും പെടാതിരിക്കട്ടെ. ജിത്തുവിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.